നമ്മുടെ പ്രിയപ്പെട്ട ശേഖർ കുര്യാക്കോസ് ആണ്. ശേഖർ കുര്യാക്കോസ് ലൈവിലുണ്ട്. ശേഖർ കുര്യാക്കോസ്, വെരി ഗുഡ് മോർണിംഗ്. അങ്ങയുടെ ചെറിയ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു, മാറിയെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ ശേഖർ, ഞാൻ ആ സ്ഥലത്ത് പോയിരുന്നു. 2-3 ദിവസമായി ഞാൻ അവിടെ ആയിരുന്നു ശേഖർ. ഞാൻ തിരികെ എത്തിയപ്പോൾ നമ്മൾ കണ്ട കാഴ്ചകളും ബാക്കിയുള്ള കാര്യങ്ങളും ആണ് പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്. ശേഖർ, ഇപ്പോൾ തന്ന ഇൻപുട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. സൂറത്കൽ NITയിലെ പ്രൊഫസർ വത്സല തന്നൊരു ഇൻപുട്ടാണത്. അതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. നമുക്കത് പ്രേക്ഷകർക്ക് കൂടി ഇത് വളരെ ലളിതമായിട്ട് വിശദീകരിച്ചു കൊടുത്താൽ. ഇത് കാണുന്ന നിരവധി ആളുകളുണ്ട്. ഇപ്പോൾ കന്നഡയിൽ ഉള്ള ജില്ലാ അതോറിറ്റിയിൽ നിന്ന് ചില ആളുകൾ നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഇൻപുട്ട് ഉണ്ടെങ്കിൽ അത് അവർക്കും സഹായകരമായിരിക്കും. വത്സല അവിടേക്ക് എത്താൻ സാധ്യതയുണ്ടോ അല്പസമയത്തിനുള്ളിൽ? പ്രൊഫസർ ശ്രീവത്സ, അതാണ് അദ്ദേഹത്തിന്റെ പേര്. ശ്രീവത്സയുടെ സംഘമാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ സംഘമാണ് അവിടെ നമ്മുടെ റഡാർ GPRുമായി ആദ്യം വന്നത്. അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു അവിടെ വന്ന് സർവേ നടത്തിയത്. നമ്മളുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന പ്രൊഫസറാണ്. നമ്മൾ പല കാര്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ സഹായം തേടാറുണ്ട്. അപ്പോ കഴിഞ്ഞ ദിവസം തന്നെ ഈ കരയിൽ ടാങ്കർ ഇല്ല എന്ന സംശയം വന്നപ്പോൾ തന്നെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഒരു ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ്, ഈ മണ്ണ് തട്ടായി ഇടിഞ്ഞു വന്നാൽ ആ മണ്ണിന്റെ ഭാരവും അതിലുള്ള വെള്ളത്തിന്റെ അംശവും എല്ലാം പരിഗണിച്ചുകൊണ്ട് ഈ അവിടെ സൈഡിൽ ഒരു ട്രക്ക് നിർത്തിയിരുന്നാൽ ആ ട്രക്കിന്റെ ഭാരം കൂടി കണക്കാക്കുമ്പോൾ ഇതെന്ത് ദൂരത്തിലേക്ക് തള്ളിപ്പോയിരിക്കാം, ഏത് രീതിയിലായിരിക്കാം ഈ മണ്ണ് അതിന് മുകളിൽ വന്ന് അടിഞ്ഞിട്ടുണ്ടാകുക. ഈ പരിശോധന ഒരു ശാസ്ത്ര സൂത്രവാക്യത്തിലൂടെ, അതിനാണ് ഫൈനൈറ്റ് എലമെന്റ് മോഡലിംഗ് എന്നാണ് വിളിക്കുക, ആ പ്രക്രിയയിലൂടെ അത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അദ്ദേഹം ഇന്നലെ രാത്രി കുറച്ചധികം സമയം അതിനുവേണ്ടി ശ്രമിക്കുകയും അദ്ദേഹത്തിന്റെ ഒരു സംഘം അത് പരിശോധിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്ന ഇമേജ് തന്നത്. അത് രാവിലെ തന്നെ കർണാടകത്തിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും അവിടുത്തെ കളക്ടറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനത് പ്രേക്ഷകർക്ക് വേണ്ടി ശേഖർ കുര്യാക്കോസ് അയച്ചു തന്ന പ്രൊഫസർ ശ്രീവത്സയുടെ ഈ കണക്ക് ഒന്ന് വിശദീകരിച്ചു കൊടുക്കാം. എനിക്കൊന്ന് എൻ്റെ കയ്യിൽ ആ ഇമേജ് മാപ്പിംഗ് ഉണ്ട്. അത് നമ്മുടെ റിപ്പോർട്ടറിൻ്റെ ഹെലിക്യാമിൽ പടർത്തിയ ദൃശ്യങ്ങളാണ്. ഒരുപക്ഷെ ശേഖർ കുര്യാക്കോസ് കാണുന്നുണ്ടോ? നമ്മുടെ ഈ ലൈവ് ഷോ കാണുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. ആ പുഴയുടെ നീളവും വീതിയും ആ സ്ഥലവും എവിടെയാണെന്ന് നമുക്കൊന്ന് കൃത്യമായിട്ട് ഞാൻ വിശദീകരിക്കാമായിരുന്നു. അപ്പോൾ ആ കണക്ക് കുറച്ചുകൂടി എളുപ്പമാവും. ശേഖർ കാണുന്നുണ്ടോ? ഇത് നമ്മുടെ ലൈവ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പോലെ, ശേഖർ അടക്കം കാണുന്നത് പോലെ, ഇതാണ് ഗംഗാവാലി പുഴ. ഗംഗാവാലി പുഴയുടെ നീളം ഞാനൊന്ന് പറയാം, ആക്ച്വൽ ലൊക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ ഒരു കര മുതൽ, അതായത് ആക്സിഡൻറ്റ് നടന്ന സ്ഥലം മുതൽ ഇവിടം വരെയുള്ള ഭാഗം, മറുകര വരെ, ഉൾവാർ ഗ്രാമം വരെയുള്ള ഭാഗം 240 മുതൽ 250 മീറ്റർ വരെയാണ്. 240 to 250, 250 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഒരു 250 മീറ്ററാണ്. ഈ മലയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 240 മീറ്റർ വരും ശേഖർ. ഏകദേശം 250 അപ്രോക്സിമേറ്റ് കണക്കാണ്. നമുക്ക് അവിടെ നിന്ന് NDRFലെ സംഘത്തിൽ നിന്നും കൂടി ലഭിച്ച കണക്കാണ്. 240 മീറ്റർ ആണെന്ന് കരുതുക. അതിൻ്റെ ഏകദേശം മുകൾ ഭാഗത്തു നിന്ന് തന്നെ ഇടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും മുകൾ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇടിഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. എത്ര മാസമാണ് എന്നുള്ളത് നമുക്കൊരു കണക്ക് ഇതുവരെ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റിയിട്ടില്ല. ഈ 2 വരി പാതയാണ് ഈ ഭാഗത്ത്. ശേഖറിന് അറിയാവുന്നതുപോലെ, ശേഖർ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ 2 വരി പാതയ്ക്ക് ഏകദേശം ഒരു 20-30 മീറ്റർ എന്ന് കൂട്ടുക, 30 മീറ്റർ ആണെന്ന് കൂട്ടുക. മുകളിൽ 240 മീറ്റർ ഉയരത്തിലാണ് ഈ മല ഇടിഞ്ഞു വന്നിരിക്കുന്നത്. ഈ ടാങ്കർ ലോറി കിടക്കുന്നത് മലയടിവാരത്തിൽ ഈ പുഴയിൽ നിന്ന് 30 മീറ്റർ അകലെയാണെന്ന് കരുതുക. അവിടെയാണ് പാർക്ക് ചെയ്തിരുന്നത്. ഇത്രയും വലിയ മാസ്, 20 ടൺ 8 ടൺ ലോറിയുടെ ഭാരവും 40 ടൺ തടിയുടെ ഭാരവുമുണ്ട്. 48 ടൺ തടിയുടെ മൊത്തം ലോറിയുടെ ലോഡിൻ്റെ ഭാരമുള്ള ലോറി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. 30 മീറ്റർ കഴിഞ്ഞാൽ പുഴയാണ്. പുഴയിൽ 16 അടി താഴ്ചയുണ്ട് ഈ വെള്ളത്തിലേക്ക് വരാൻ. ഇപ്പോൾ സിഗ്നൽ കിട്ടിയെന്ന് ആർമി പറയുന്നത് പുഴയുടെ ഒത്ത മധ്യത്തിൽ കിടക്കുന്ന ഈ മൺകൂന ശേഖറിന് കാണാൻ കഴിയും. ഈ മൺകൂന ഏകദേശം 100 മീറ്റർ മാറിയാണ് കിടക്കുന്നത്. 100 മീറ്റർ, ഒരു 70-80 മീറ്ററിന് അപ്രോക്സിമേറ്റ്ലി. ഇവിടെയാണ് സിഗ്നൽ കിട്ടിയതായിട്ട് ഇപ്പോൾ ആർമി കൺഫേം ചെയ്ത പ്രദേശം. ഏകദേശം 30 മീറ്റർ ഉണ്ട് ഈ കരയിൽ നിന്ന്, ആക്സിഡൻറ്റ് ലൊക്കേഷനിൽ നിന്ന്. അത് കൺഫേം ചെയ്യേണ്ടത് ഈ തീരത്ത് നിന്നാണോ ഇവിടെ നിന്നാണോ എന്നുള്ളതിലാണ് സംശയം. തീരത്ത് നിന്നല്ല, ഇവിടെയാണെങ്കിൽ ബെഡിലേക്കായിരിക്കും. ഇനി ശേഖർ പറയൂ, ആ കണക്ക് എങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുക? ശേഖർ, മണ്ണ് കേൾക്കാമോ? കേൾക്കാം ശേഖർ. നമ്മളുടെ മുകളിൽ വന്നടിഞ്ഞിട്ടുള്ള മണ്ണ് നമ്മൾക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മളുടെ ട്രക്കിന് ഒരു 6x3x2 മീറ്റർ ക്യൂബ്ഡ്
എന്ന് വെച്ചാൽ ഒരു 20 ടൺ 30 ടൺ 20 ടൺ എന്ന് കൂട്ടുക, 20 ടൺ വെച്ചിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഓക്കെ. ആ 20 ടൺ നമ്മള് ഉള്ള ഒരു ട്രക്ക് റോഡിന്റെ ഫ്രിക്ഷൻ കൂടി കണക്കാക്കണം. റോഡിനൊരു ഒരു ഫ്രിക്ഷൻ ഉണ്ട്, അതിലൂടെ വേണമല്ലോ ഇത് നിരങ്ങി പോകാൻ. അതെ. ട്രക്കിനും ഒരു സ്റ്റിഫ്നെസ് ഉണ്ട്. ട്രക്ക് ഒരു ഒടിയുന്ന ഒരു വളഞ്ഞു പോകുന്ന ഒരു സാധനമല്ല, അല്ലെങ്കിൽ മണ്ണ് പോലൊരു സാധനമല്ല. അപ്പോ ആ ട്രക്കിനെ അതുപോലെ തന്നെ ഈ മുകളിൽ നിന്ന് വന്ന മണ്ണ് തള്ളിയാൽ, അങ്ങനെ തള്ളി വരുന്ന ട്രക്ക് 20 മീറ്റർ മുതൽ 40 മീറ്റർ വരെയുള്ള ദൂരത്തിലായിരിക്കും ചെന്ന് പതിക്കുക. ആ തള്ളുന്ന ട്രക്കിന്റെ ആ വീഡിയോ കണ്ടെങ്കിൽ, ആ അനിമേറ്റഡ് ഫൈനൈറ്റ് എലമെന്റ് അനിമേറ്റഡ് വീഡിയോ കണ്ടെങ്കിൽ, ആ ട്രക്കിന് മുകളിലേക്ക് വലിയ ഒരളവിൽ മണ്ണും വന്ന് അടിയുന്നുണ്ടാവും. ആ വന്നടിയുന്ന മണ്ണ് ഇതിനെ താഴേക്ക് ഡ്രാഗ് ചെയ്യും. 2, ഇതിൽ കണക്കാക്കാത്ത ഒരു കാര്യവും കൂടിയുണ്ട്, വെള്ളത്തിന്റെ ശക്തമായ ഒഴുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒഴുക്ക് ഒബ്സ്ട്രക്റ്റഡ് ആയി അതിനേതെങ്കിലും ഒരു ഡയഗണൽ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അത് നമ്മളിപ്പോ കാണുന്ന മൺകൂന, കാരണം അതാണ് പുഴയുടെ നടുഭാഗം. പുഴയുടെ പൊതു ഒഴുക്കിന്റെ ശക്തി എപ്പോഴും നടുഭാഗം കേന്ദ്രീകരിച്ചായിരിക്കും. അപ്പോ ആ ഭാഗത്തേക്ക് അത് തള്ളപ്പെടും. ആ വെള്ളത്തിലുള്ള ഡൈനാമിക്സ് നമ്മൾക്ക് കണ്ടെത്താൻ പറ്റില്ല ഫൈനൈറ്റ് എലമെന്റിൽ. പക്ഷേ ട്രക്ക് 20 മുതൽ 40 മീറ്റർ വരെ അത് നിന്നിരുന്ന ഒറിജിനൽ സ്ഥാനത്ത് നിന്ന് തള്ളപ്പെടുകയും അതിന് മുകളിൽ വലിയ ഒരു മൺകൂന രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നത് നമ്മൾക്ക് ഈ അനലിറ്റിക്സിൽ കാണാം. അത് ആ പുഴയിലുള്ള മൺകൂനയാണോ എന്നത് മറ്റൊരു അതല്ല ശേഖർ. അതാ ഇപ്പോൾ നമ്മൾ കാണുന്ന മൺകൂന ഇപ്പോൾ ഈ തീരത്ത് നിന്നും ഏകദേശം 70 മുതൽ 100 മീറ്റർ മാറിയാണ് ആ മൺകൂന ഉള്ളത്. കാരണം പുഴയുടെ വീതി 280 മീറ്റർ ആണ്. അപ്പോൾ പുഴയുടെ ഏകദേശം മൊത്ത മധ്യത്തിലാണ് ഈ മൺകൂന കിടക്കുന്നത്. അതായത് 170 മുതൽ 120 വരെ മീറ്റർ അകലെയാണ് ഇത് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് അത് പോകാനുള്ള സാധ്യത വിരളമാണെന്ന് ഈ അനലിറ്റിക്സ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാം. 100 മീറ്റർ എന്തായാലും സഞ്ചരിക്കില്ല. ഒരു വിഷയം ഒന്ന് സൂചിപ്പിച്ചോട്ടെ ഡോക്ടർ അരുൺ. ഇതിലെ പുഴയുടെ ശക്തമായ ഒഴുക്കുണ്ടായിരുന്ന സമയത്തെ ഒഴുക്കുകൾ സംബന്ധിച്ച ഫിസിക്സ് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. അത് നമ്മൾക്ക് വ്യക്തമായ ഒബ്സർവേഷൻസ് അവിടെ ഇല്ല. അപ്പൊ അതിൻ്റെതായ ഡ്രിഫ്റ്റ് ആ ട്രക്കിനോ അതിന്റെ കൂടെ വന്നിട്ടുള്ള മണ്ണിനോ ഉണ്ടാകാം. അപ്പൊ ആ സാധ്യത, ആ ഒരു ബഫർ നമ്മൾ ഇതിൽ കാണണം. എന്നിരുന്നാലും അതിന് മുകളിൽ വന്ന് അടിയുന്നു എന്നത് നമ്മൾക്ക് കാണാം. ആ ട്രക്കിന്റെ രൂപം ആ വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നു. അതിനെ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. യെസ്. അപ്പോൾ അതായത് ട്രക്ക് കിടന്നത് ഇവിടെയാണെന്ന് കരുതുക. ഇവിടെയാണ് ട്രക്ക് കിടന്നതെങ്കിൽ ഏകദേശം 20 മീറ്റർ റോഡ് കഴിയുമ്പോഴേക്കും പുഴയായി. അവിടെ നിന്നും ഒരു 10 മീറ്റർ കൂടി സഞ്ചരിച്ചാൽ പുഴയുടെ അടിത്തട്ടിലേക്ക് വീഴും. ഏകദേശം ഈ ഭാഗത്താണ് സിഗ്നൽ കിട്ടിയതിൻ്റെ, ഏകദേശം ആ ഭാഗത്താണ്. ദാറ്റ്സ് കറക്റ്റ്. അതാണ് ശേഖർ കുര്യാക്കോസ് പറഞ്ഞ അനലിറ്റിക്സും ഇപ്പോൾ NIT സൂറത്തിലെ പ്രൊഫസറുടെ അനലിറ്റിക്സ് ഏറെക്കുറെ ശരിയായി വരാനുള്ള സാധ്യത ഇതാണ്. നേവി പറഞ്ഞിരിക്കുന്നതും അപ്രോക്സിമേറ്റ്ലി 40 മീറ്റർ എന്നാണ്. അത് അവരുടെ ഒരു ഈ കണക്ക് കിട്ടുന്നതിന് മുമ്പാണ് ഇന്നലെ ആർമി അത് പറഞ്ഞത്. ഇപ്പോൾ ഈ കണക്കിലും പറയുന്നത് 40 മീറ്റർ ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒന്നുകിൽ പുഴയുടെ തീരത്തുള്ള ഈ മണൽത്തിട്ടിലോ അതല്ലെങ്കിൽ അതിനോട് തൊട്ട് ചേർന്നുള്ള ഭാഗത്തോ ഉണ്ട്. ആ ഭാഗത്ത് നമുക്കൊരു മണൽക്കൂന കാണാൻ കഴിയുന്നില്ല. അവിടെ നിന്ന് പിന്നെ 100 മീറ്റർ മാറിയിട്ടാണ് മണൽക്കൂനയുള്ളത്. അത് നമുക്ക് തൽക്കാലം വിടാം. താങ്കൾ പറഞ്ഞതുപോലെ ഡ്രിഫ്റ്റ് സാധ്യതയുണ്ടെങ്കിൽ ഒഴുകി ഒരു പക്ഷേ ഇതിങ്ങോട്ട് വരാം. അതിൻ്റെ കാരണം ശേഖർ കുര്യാക്കോസ്, ആ വാട്ടർ ഇതിനോടൊപ്പം ഉണ്ടായിരുന്ന ബുള്ളറ്റ് ടാങ്കർ ലഭിച്ചത് എവിടെയാണെന്ന് അറിയാമോ? മറുകരയിലാണ് ആ ബുള്ളറ്റ് ടാങ്കർ പിടിച്ചു കയറ്റിയത്. അതായത് ഉൾവാറിൽ ഇത് ഒഴുകിപ്പോയി ഏകദേശം 4-5 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഈ കരയിൽ വെച്ചാണ് കിട്ടുന്നത്. അതായത് 250 മീറ്റർ ഇപ്പുറത്തേക്ക് ആ ബുള്ളറ്റ് ടാങ്കർ എത്തിയിട്ടുണ്ട്. ബുള്ളറ്റ് ടാങ്കറിൻ്റെ ഭാഗം അത് നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിൽ കാണിച്ചിരുന്നു. അപ്പോൾ ശേഖർ കുര്യാക്കോസ് പറഞ്ഞ അനലിറ്റിക്സ് ഈസ് പെർഫെക്റ്റ്. അതിപ്പോൾ ആർമിയുടെ സിഗ്നലുമായിട്ട് ഏകദേശം മാച്ച് ചെയ്യുന്നുണ്ട്. ഡ്രിഫ്റ്റും കൂടി കണക്കിലെടുത്താൽ ഒന്നുകിൽ ഈ പുഴയുടെ വക്കിലുണ്ടാവാം, അതല്ലെങ്കിൽ പുഴയുടെ അടിത്തട്ടിൽ 30 മീറ്റർ മാറി ഉണ്ടാവാം, അതല്ലെങ്കിൽ പുഴയുടെ മധ്യത്തിലുണ്ടാവാം. ഈ 3 സാധ്യതകളാണുള്ളത് അല്ലേ ശേഖർ കുര്യാക്കോസ്? അതെ ഡോക്ടർ, അരുൺ കാണിക്കുന്ന ആ ഒരു റേഞ്ചിനുള്ളിലായിരിക്കണം അത് വന്ന് പെട്ടിട്ടുണ്ടാകുക.